നമസ്കാരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ UDF തരംഗത്തിലും 3 താമര വിരിഞ്ഞു എന്ന സവിശേഷത ഉണ്ടായ സന്ദർഭത്തിൽ അത് ഇടതുപക്ഷം അവർക്ക് താലത്തിൽ കൊടുത്തു എന്ന ആക്ഷേപമാണ് നേതൃത്വം ഉന്നയിക്കുന്നത്. കാര്യം പാപഭാരം എങ്ങനെയെങ്കിലും നമ്മൾ സഹായം ചെയ്തു കൊടുത്തിട്ടും വിദഗ്ധമായി നമുക്ക് ഒരു വിഷയത്തെ വളച്ചൊടിച്ച് സംസാരിക്കാൻ ശേഷിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തനത്തെ മറ്റൊരാളുടെ തലയിൽ വെച്ചു കൊടുക്കണം. ആരുടെ? ഇടതുപക്ഷമാണ് അവരെ സഹായിച്ചതെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങളെ ഒരു പ്രതികരണം കേൾപ്പിക്കാം. കേരളത്തിൽ ഇടതുപക്ഷം 3-ാം സ്ഥാനത്ത് നിന്ന് പോരാടുന്നിടത്ത് അത് പാലക്കാട് എന്തുകൊണ്ടാണ് BJP തോറ്റത് എന്നതിനെ സംബന്ധിച്ച് തോറ്റ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രതികരണമുണ്ട്. ആദ്യം അതൊന്ന് കേൾക്കും. ഒരുമിച്ച് പിരായിരിയിലെ വോട്ട് ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ പെട്ടിയിലിട്ട് കൊടുത്ത് നിങ്ങളുടെ വോട്ട് മറിച്ച് നിങ്ങൾ എന്നെ ഇവിടെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിയമസഭയുടെ പുറത്തെ കേരള BJPയുടെ കാവൽക്കാരിയായിട്ട് ശോഭയുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കരഞ്ഞു മെഴുകിയിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയുമോ? കരഞ്ഞു മെഴുകിയത് ഈ രാജ്യത്തിനു വേണ്ടി കാവൽ നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, പട്ടാളക്കാർ. ആ പട്ടാളക്കാർ മരിച്ചു വീണ് അവരുടെ ബോഡി കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയുമോ? ഞങ്ങളുടെ പന്ന്യന്നൂർ ചന്ദ്രേട്ടൻ മരിച്ച വാർത്ത വീണ്ടും വീണ്ടും പ്രസംഗത്തിലൂടെ കേൾക്കുമ്പോൾ, ആ പരിപാടിയുടെ പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ശ്രീമാൻ ജയകൃഷ്ണൻ മാസ്റ്റർ, ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ശവശരീരം അത് കൈകൾ കൊണ്ട് വാങ്ങാൻ സാധിക്കാതെ നിരവധിയായിട്ടുള്ള വെട്ടുകൾ വെട്ടി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോരത്തുള്ളികൾ കുട്ടികളുടെ ചോറ്റുപത്രത്തിലേക്കും പുസ്തകത്താളുകളിലേക്കും ഇറ്റിറ്റ് വീണപ്പോൾ അന്ന് കരഞ്ഞിട്ടുണ്ട്. അന്നൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ ജയകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി യുവമോർച്ചയിൽ മുഴുവൻ സമയ പ്രവർത്തകയായി തീരുമാനമെടുത്ത് അത് പാർട്ടിയോട് പറഞ്ഞു. ആ സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളൊക്കെ ചിരിക്കുന്ന സമയമാണ്. ബംഗാളിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ തകർത്ത് അവിടെ നീണാൾമാണ് ഒരു ജനാധിപത്യത്തിലും വിശ്വാസമില്ലാത്ത മമതാ ബാനർജിയുടെ ജനാധിപത്യ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ അതിശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ബംഗാൾ നമ്മൾ പിടിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി സനാതന ധർമ്മത്തെ തകർക്കാൻ ശ്രമിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി വരിയിൽ നിന്ന് പോയില്ലേ? ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നാവ് ഉയർത്തിയത്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലെ കഴിഞ്ഞകാല മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെതിരെ ഒരു ഭയപ്പാടുമില്ലാതെ പ്രസംഗിക്കാൻ നിങ്ങളുടെ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ കൂടെയുണ്ടെങ്കിൽ എന്തിനാണ് കരഞ്ഞു മെഴുകുന്നത്? അടുത്ത കേരളത്തിന്റെ ഭരണമാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ആ ഭരണം പിടിക്കാൻ നമ്മൾ സജ്ജരാകും. കേട്ടല്ലോ, ഇടതുപക്ഷ പ്രവർത്തകർ വോട്ട് കോൺഗ്രസിന് ചെയ്തു കൊടുത്ത് അവരെ തോൽപ്പിച്ചു എന്ന് പറയുന്നതാരാണ്? BJP ആണ്. BJPക്കാർ അവിടെ തോൽക്കാൻ കാരണം കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ കൃത്യമായിട്ട് ഇടതുപക്ഷം അവരുടെ വോട്ട് ചോരാതെ അത് പിടിച്ചു നിർത്തുന്നുണ്ട്. അത് തോൽക്കുമെന്ന സാഹചര്യമുണ്ടെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന മനോഭാവക്കാർ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ അവിടെ മുന്നിട്ട് നിന്നതിന് ശേഷം ഷാഫി പറമ്പിൽ 3000-ൽ പരം വോട്ടിന് കടന്നുകൂടുന്നതും ഇതുപോലെ LDFന്റെ സ്വാധീനമുള്ള പഞ്ചായത്തുകളിലെ വോട്ടെണ്ണിയപ്പോഴാണ്. അപ്പോഴും പിന്നിൽ നിന്ന ഷാഫി കടന്നുകൂടുന്ന സാഹചര്യമുണ്ടായി. ഇന്നിപ്പോ UDF തരംഗമുണ്ടായപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന 3 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതിന് മഹത്തരമായിട്ടുള്ള ചില നിർവചനങ്ങൾ VD സതീശനും ഒപ്പം തന്നെ KC വേണുഗോപാലൊക്കെ ഈ സമൂഹത്തിൽ മാധ്യമങ്ങൾക്കുൾപ്പെടെ പറയുമ്പോൾ അവർക്ക് സംശയമില്ല. എന്തായിരുന്നു യഥാർത്ഥ ഡീൽ? ഒറ്റ ഡീലേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിങ്ങൾ ഈ BJPയുടെ വിജയത്തിന് ശേഷം KC വേണുഗോപാലിന്റെയോ അല്ലെങ്കിൽ VD സതീശന്റെയോ പ്രതികരണം എടുത്തു നോക്കും. കേരളത്തിൽ താമര വിരിഞ്ഞത് അത് ജനവിധിയല്ലേ, അത് നമ്മൾ അംഗീകരിക്കുന്നു, അതിനെ ഞങ്ങൾ വലിയ കാര്യമായി എടുക്കുന്നില്ല. ഒന്ന് ആലോചിക്കണേ. കേരളത്തിൽ താമര വിരിഞ്ഞത് ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് അവർ ജനവിധിയായിട്ട് ലളിതവൽക്കരിച്ചും ലഘൂകരിച്ചും കാണുകയാണ്. എന്നാൽ 2021 ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമുണ്ടായ സന്ദർഭത്തിൽ അവരുടെ വിരിഞ്ഞ ഏക താമരയുടെ അക്കൗണ്ട് കൂടി ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ സംയുക്തമായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തരംഗത്തിന്റെ ആനുകൂല്യം ആർക്ക് കൂടി ലഭിക്കണം? അത് നമ്മളെ സഹായിച്ചവർക്ക് കൂടി കിട്ടണം. അങ്ങനെ BJPക്കും കിട്ടി. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്താണ് നടത്തിയിരുന്ന ഒരു നീക്കം അല്ലെങ്കിൽ BJPക്ക് കൊടുത്തിരുന്ന ഉറപ്പ്? അതായത് BJP 2-ാം സ്ഥാനത്തുള്ള ഇടങ്ങളിൽ
അവിടെ ന്യൂനപക്ഷ വോട്ട് CPM-ന് അനുകൂലമായി ഏകീകരിക്കപ്പെടരുത്. ഏകീകരിക്കപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കായിരുന്നു, അല്ലെങ്കിൽ UDF-നായിരുന്നു. അതവർ കൃത്യമായി നിർവഹിച്ചു കൊടുത്തു. കോൺഗ്രസ് ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് പിടിച്ചു മാറ്റുകയും എന്നാൽ ഭൂരിപക്ഷ വോട്ട് അവരുടെ പക്ഷത്തുള്ളത് BJP-ക്ക് പോൾ ചെയ്യുകയും ചെയ്തതാണ് 438 വോട്ടിന് കഴക്കൂട്ടത്ത് ജയിച്ചത്. അതുപോലെ 4000-ൽ പര വോട്ടിന് നേമത്ത് വിജയിച്ചത്. അവിടെ ശബരിനാഥിന് കുറഞ്ഞത് 10,000-ൽ പര വോട്ടാണ്. കഴിഞ്ഞ തവണ K. മുരളീധരൻ പിടിച്ച 36,000 വോട്ട് അവിടെ ശബരിനാഥന് കിട്ടിയില്ല എന്നൊരു റിയാലിറ്റി കൂടിയുണ്ട്. അതിനോടൊപ്പം തന്നെ ചാത്തന്നൂരിൽ BB ഗോപകുമാർ. ആരാണ് BB ഗോപകുമാർ? പഴയ കോൺഗ്രസ്സുകാരനാണ്. പഴയ കോൺഗ്രസ്സുകാരൻ BJP-കാരനായി മത്സരിക്കുന്നിടത്ത് തന്നെ ഇവർ ആരുടെ വോട്ടാണ് ലക്ഷ്യം വെക്കുന്നത്? ചാത്തന്നൂർ എന്ന പ്രദേശത്ത് കോൺഗ്രസ് വോട്ട് പിടിച്ചു. ഏത് വോട്ടാണ് പിടിച്ചെടുത്തത്? ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യേണ്ടതിനെ അവർ ഭിന്നിപ്പിച്ച് BJP-യുടെ വിജയം ഉറപ്പാക്കിച്ചു. എന്നിട്ട് പറയുകയാണ് ജനവിധിയല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ ഡീൽ നടക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം ഇങ്ങനത്തെ ഡീൽ നടത്തിയതിനു ശേഷം BJP-കാർ സഹായിച്ചു. ഏതൊക്കെ തരത്തിൽ? തലസ്ഥാനത്ത് നടത്തിയ ആശാസമരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ആശാസമരവേദിയിൽ കേന്ദ്രത്തിന്റെ പ്രോജക്റ്റ് ആയിട്ട് പോലും അവരുടെ വേതനം ഉയർത്തേണ്ട ഉത്തരവാദിത്വം ആരുടെ തലയിൽ വെച്ചു? സുരേഷ് ഗോപിയും VV രാജേഷും V. മുരളീധരനും ഉൾപ്പെടെ വന്ന് അവിടെ കോൺഗ്രസ് ഒരുക്കിയ ഒരു സമരപ്പന്തലിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരം ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പാലമിട്ടാൽ പ്രത്യുപകാരങ്ങൾ ഉണ്ടാകണ്ടേ? അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ജാസ്മിൻ ഷാ നടത്തിയ നഴ്സുമാരുടെ സമരത്തിൽ രാജീവ് ചന്ദ്രശേഖരനും KC വേണുഗോപാലും ഒരേ സമരവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതും ആർക്കു വേണ്ടിയാണ്? അവരുടെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. രാജ്യത്താകമാനം സംഘപരിവാറിന് എതിർ ശബ്ദങ്ങളെ തെറിപ്പിക്കാൻ എന്താണോ അവർ നടപ്പിലാക്കിയ മത പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് കോൺഗ്രസിലൂടെ ഇവിടെ കൃത്യമായി നടപ്പിലാക്കി. അതിലൂടെ BJP-ക്ക് സഹായം കിട്ടി, കോൺഗ്രസിന് വലിയ തോതിൽ തിരിച്ചു വരാനും പറ്റി. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വരും കാലങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. അതിന്റെ ആത്മവിശ്വാസം തോറ്റെങ്കിലും ശോഭാ സുരേന്ദ്രന്റെ ശബ്ദത്തിൽ കൂടി ദൃശ്യമാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. നാളുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിവില്ലാത്ത മതചിന്തകൾ അല്ലെങ്കിൽ മത അടിമകളായിട്ടുള്ളവരെ വികാരമുണർത്തി ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രാജ്യത്താകമാനം ഇങ്ങനെ തന്നെയാണ് സംഘപരിവാർ ഓരോ അവരുടെ എതിർ ശബ്ദങ്ങളെയും ഇല്ലാതാക്കിയിട്ടുള്ളത്. അതിന് കേരളത്തെയും അവർ വിദഗ്ധമായിട്ട് കോൺഗ്രസിനെ മുന്നിൽ നിർത്തി പട നയിച്ചു. ആ പട നയിച്ചതിന്റെ എഫക്റ്റ് എന്താണെന്ന് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാവുന്നതാണ്.